ഹായ് ഹലോ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽക്കാലമായി തുടങ്ങി ഒന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടാണുള്ളത്. ഈ ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങിയാൽ നമ്മുടെ ചർമ്മം കരിവാളിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഈ കരിവാളിപ്പ് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു വിദ്യയാണ് പഴത്തിൻ്റെ തൊലി. പഴത്തിൻ്റെ തൊലിയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അതുപോലെ പൊട്ടാസ്യവും ഉണ്ട്. ഇത് ചർമ്മത്തിലെ കറുത്ത പാടുകൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ സെൻസിറ്റീവ് ചർമ്മത്തിനും ഇത് നല്ലതാണ്. പഴത്തിലേതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയിലും പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവ ചർമ്മത്തെ നല്ലതുപോലെ നറിഷ് ചെയ്തെടുക്കും. കൂടാതെ നമ്മുടെ ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പഴത്തിൻ്റെ തൊലിക്ക് സാധിക്കും. ഇത് മുഖത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തിന് നല്ല തിളക്കം ലഭിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമല്ലേ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്. ഇത് മാറാനും പഴത്തൊലി വലിയൊരു ഉപകാരം തന്നെയാണ്. ഇനി ഇത് മാറാനുള്ളൊരു മിശ്രിതം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ പഴത്തിൻ്റെ തൊലി നമ്മൾ ഒരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തണുപ്പ് മാറുന്നതിന് മുന്നേ കണ്ണിൻ്റെ താഴെ വെക്കാവുന്നതാണ്. ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം കണ്ണിന് താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ തണുപ്പിച്ചെടുത്ത പഴത്തൊലി കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് കണ്ണിന് മുകളിൽ വെക്കുന്നതും നല്ലതാണ്. അതിനുശേഷം നല്ല രീതിയിൽ മുഖം കഴുകിയെടുക്കണം. ഇത്തരത്തിൽ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരു സൗന്ദര്യം വെക്കണം അല്ലെങ്കിൽ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനുള്ളൊരു മിശ്രിതമാണ് തേനും നാരങ്ങയും മിക്സ് ആക്കിയ ഒരു മിശ്രിതം. അതിൽ പഴത്തൊലിയും കൂടെ വേണം. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഈ പഴത്തൊലി എടുത്ത് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 തുള്ളി നാരങ്ങ നീര് ചേർക്കണം. അതുപോലെ തന്നെ തേനും ചേർക്കാൻ ഒരിക്കലും മറക്കരുത്. ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടാവുന്നതാണ്. കുറഞ്ഞത് ഒരു 8 അല്ലെങ്കിൽ 10 മിനിറ്റ് ഇത് മുഖത്ത് ഇട്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. ആഴ്ചയിൽ 2 വട്ടം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റിയെടുക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേഗത്തിൽ തന്നെ ഫലം കാണണമെന്ന് പറയണമെങ്കിൽ പഴത്തിൻ്റെ തൊലി എടുക്കുക. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. അതിനുശേഷം ഇവ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് കറ്റാർ വാഴ ജെല്ല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് മുഖത്ത് തേക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് ഇത് പുരട്ടിയിരിക്കണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നല്ലപോലെ മുഖം കഴുകിയെടുക്കാവുന്നതാണ്. ഇനി എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് പഴമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. സാധാരണഗതിയിൽ നിങ്ങൾ റോബസ്റ്റ് അല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കാവുന്നതാണ്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കൂടുതൽ ഗുണം നൽകും. ഈ തൊലികൾക്ക് നല്ല കട്ടി ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പേസ്റ്റ് തയ്യാറാക്കുമ്പോഴും കണ്ണിൽ വെക്കാനും ഇത് കൂടുതൽ സുഖപ്രദമായിരിക്കും. ഗുണത്തിൻ്റെ കാര്യത്തിൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നല്ലതാണ്. ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കാണാം. അതുപോലെ ചർമ്മത്തെ നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താനും ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി പഴത്തിൻ്റെ തൊലി ആണെന്ന് വിചാരിച്ച് നമ്മൾ ആരും ഇത് കളയാൻ നിൽക്കണ്ട. പഴത്തിൻ്റെ തൊലിക്കുണ്ട് ഒരുപാട് ഗുണങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പഴത്തിൻ്റെ തൊലിയും ഇതുപോലെ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക. കണ്ണിൻ്റെ അടിയിലൊക്കെ വെച്ച് നമ്മളെ കണ്ണിൻ്റെ അല്ലെങ്കിൽ മുഖത്തെ എല്ലാ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയുടെ സ്കെയർ വിഷൻ.